ഇതുവരെ കേരള പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങളും കാഴ്ചകളൊക്കെ ആയിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ വീണ്ടും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണല്ലോ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ, നാൻ്റെ കൂടെ, കോക്കനട്ട് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ് സൂഖ ചിക്കൻ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഡിഷ്, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ചിക്കൻ ഡിഷ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അത് ആദ്യം ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവും. നല്ല ബ്രൗൺ ആവണമെന്നില്ല കേട്ടോ, ജസ്റ്റ് കളറൊന്ന് മാറിയാൽ മതി. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഡ്രൈ റോസ്റ്റാണ്, ഞാൻ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി അല്ല കേട്ടോ, ശരിക്കും ഇതിന് വേറെ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ തേങ്ങ വറക്കണ കാണുമ്പോൾ വറുത്തരച്ച ചിക്കൻ കറി ആണോ എന്നൊക്കെ സംശയം തോന്നും. അല്ല, ഇതിന് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂടി ചേരുമ്പോൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. കാരണം എല്ലാ ഭാഗവും ഒരേമാതിരി ഒന്ന് ബ്രൗൺ കളർ ആവണ്ടേ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുകയുള്ളൂ. നേരെ ഒരു നമുക്ക് ആ കറക്റ്റ് ഇതിൽ കിട്ടൂല. അതേപോലെ തന്നെ സൂഖ ചിക്കൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത്, സൂഖ എന്ന് പറഞ്ഞാൽ ശരിക്കും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇതിൻ്റെ ഗ്രേവി നല്ല ഗ്രേവിയുള്ള കറിയല്ല, എന്നാൽ നല്ലോണം ഡ്രൈയും അല്ല. രണ്ടിൻ്റെ ഇടയിൽ വരുന്ന കൺസിസ്റ്റൻസിയാണ് ആ കറിക്ക് ഉണ്ടാവുക. അതാണ് ഈ സൂഖ ചിക്കൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി, വല്ലാതെ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ തേങ്ങ റെഡിയാക്കിയിട്ട് ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഇതിൻ്റെ മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ പാനിൽ തന്നെ, ചൂടായി കിടക്കുന്ന പാനല്ലേ, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ വിഭവമായതുകൊണ്ട് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഇതൊന്ന് ചൂടാവട്ടെ. 1 ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ച മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതിൻ്റെ കൂടെ 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായ ഇതിട്ടിട്ട് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഒന്ന് മൂത്തതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മല്ലിയും കുരുമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കസ്കസ് ഉണ്ടല്ലോ, പോപ്പി സീഡ്സ്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് മൂത്ത് വന്നാൽ മറ്റുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 6 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നമ്മൾ സാധാരണ മുളകല്ല, ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കളറും കിട്ടും, എരിവും കുറവാകുമല്ലോ. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളകിൻ്റെ ഞെട്ടി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വിത്തുകളുണ്ടല്ലോ മുളകിൻ്റെ, അത് ഇതിൻ്റെ ഉള്ളിൽ വീണിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ എന്ത് റോസ്റ്റ് ചെയ്യണ സമയത്തും അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത് കളയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇനി ഇത് ആറിയതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഈ തേങ്ങയും ഇതും കൂടെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ആറിയതിന് ശേഷം ഞാൻ ജാറിലാക്കിയിട്ടുണ്ട്. ഇത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം.
ഇപ്പോൾ ഇതാ നൈസായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ സൈഡിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യം തന്നെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനൊരു എത്ര നമ്മൾ എന്തൊക്കെ മസാല ഇട്ടാലും റോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കേണ്ടത്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഞാനൊരു നോർത്ത് ഇന്ത്യൻ വിഭവമായതുകൊണ്ട് നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നെയ്യിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി റിച്ച് ആൻഡ് ടേസ്റ്റ് ആവും. മറ്റേത് സൺഫ്ലവർ ഓയിൽ ആവുമ്പോൾ അതിൻ്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ, ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് വഴന്ന് കിട്ടാനും എളുപ്പമാവും. ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണല്ലോ ഈ സമയത്ത് ഇട്ട് കൊടുക്കാറ്. ഇതിൽ നമ്മൾ ശരിക്കും ഇഞ്ചി ചേർക്കണില്ല. വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഫ്ലേവറും ടേസ്റ്റും കിട്ടും. പിന്നെ അതേപോലെ ഇതിൽ നമ്മൾ കുരുമുളകും കാശ്മീരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതല്ല നമ്മൾ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും വേറെ സെപ്പറേറ്റ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ എരിവിനനുസരിച്ച് എത്ര വേണോ അതിനനുസരിച്ച് കുരുമുളകും കാശ്മീരി ചില്ലി കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെ സവാള അത്യാവശ്യം ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ ആ മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. നമ്മളുടെ ഈ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പോപ്പി സീഡ്സ് ഒക്കെ ചേർത്തിയതല്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊന്നും വേറെയല്ലേ, അതിൻ്റെ ആ ഒരു നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വഴറ്റി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ചിക്കൻ വേവണ്ടേ, ചിക്കൻ നമുക്ക് വെള്ളം ഇറങ്ങി വരും, പക്ഷെ എന്നാലും കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, പച്ചവെള്ളം ഉപയോഗിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് നന്നായി വെന്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി.
ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 20-25 മിനിറ്റ് ആവുമ്പോഴേക്ക് ഓൾമോസ്റ്റ് വേവും. ഇപ്പം ഏകദേശം 20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇറക്കി കൊടുത്തിരുന്നു, കാരണം അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് വെന്തപ്പോൾ ചിക്കൻ നല്ല കറക്റ്റായിട്ട് വെന്ത് ഗ്രേവിയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിക്ക് ഗ്രേവിയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ സൂക്ക ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഗാർണിഷിങ് പരിപാടി മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ഒരു സവാളേൻ്റെ പകുതി നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് ഇടണം. ഇപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളേൻ്റെ പകുതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കറി ഞാൻ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അതേപോലെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും മേലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് കൂടെ അറിയിക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.